ഇന്നത്തെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഈസി ആയിട്ട് ഗോബി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം സബ്സ്ക്രൈബ് ആയിട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ മഞ്ഞളും ഉപ്പും വിനീഗറും ഉള്ള വെള്ളത്തിലൊന്ന് കഴുകി നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 സ്പൂണ് കോൺഫ്ലോർ. നിങ്ങളടുത്തിപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാലും മതിയാവും. അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് കൈ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതാ നമ്മൾ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരല്പം നേരം ഇതൊന്ന് മാറ്റി. നമ്മളിവിടെ ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് എണ്ണ, നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച കോളിഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത്, നമ്മൾ കോളിഫ്ലവർ ഇല്ലേ കുറേ നേരമായിട്ട് ക്രിസ്പി ഒന്നും ആക്കണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് നമ്മൾ ഒരു സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റി വന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം മതിയാവും കേട്ടോ. അതും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ അല്പം മുളക് പൊടി ആവശ്യത്തിന് കേട്ടോ. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ അളവില് ടൊമാറ്റോ സോസ് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനുള്ള റൈസിനായിട്ട് ഞാനിവിടെ കൈമ അരി 2 ഗ്ലാസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം ക്യാരറ്റും കൂടി ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഓപ്ഷണലാണ്, അത് ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ഭംഗിക്ക് ഇട്ട് കൊടുത്തതാണ്. ഞാൻ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ റൈസ് ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ഇതിൻ്റെ ഒപ്പം ഒരു മധുരമൊക്കെ കഴിക്കണം ഭയങ്കര ഇഷ്ടം, അതിനായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാ നമ്മളെ വളരെ വളരെ സ്വാദിഷ്ടമായ ഗോബി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകിച്ച് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. നാളെ വേറെ റെസിപ്പി ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.